ഒരു 5 വർഷം കൂടി, ഇപ്പം മേയൊക്കെ ആകുമ്പോൾ ഇലക്ഷൻ ആവുമല്ലോ, ഒരു 5 വർഷം കൂടി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കേരളത്തിലെ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായിരിക്കുമെങ്കിൽ ഞാനിതാ ഇപ്പോൾ പറയുന്നു, ഈ സംസ്ഥാനത്ത് പുരുഷ കമ്മീഷനില്ലാതെ മാനം മര്യാദയ്ക്ക് പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം പോകും. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? ഉറപ്പായിട്ട് പോകും. ഞാനിത് 2-3 വർഷമായിട്ട് പറയുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ പറയുന്നതിന് 3 വർഷം മുമ്പേ ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വേണ്ടി വരുമെന്ന്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. കള്ളക്കേസുകൾ കൊടുത്ത് തേവടിശികൾ ചേട്ടാ, അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ആ, അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. മാന്യന്മാരായ പുരുഷന്മാരെ തട്ടി അഴുക്കുള്ളിലാക്കുന്ന നാടായി മാറുകയാണ് കേരളം. നിങ്ങൾ ഏവള വേണോ എടുത്തോളൂ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയും പരാതി കൊടുക്കില്ല. അല്ലവല്ലാതെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ ഒരു കൂതറ ഒരു പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ, അവൻ ചാവേണ്ടവൻ തന്നെ, എത്രയോ പെണ്ണുങ്ങൾ മരിച്ചു, ഇനി അപ്പോൾ അവനും ചാവട്ടെന്ന്. എവള മരിച്ചവർക്കും നീതി വേണമല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുന്നവര് വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ. ഇവക്കൊക്കെ ചാക്കാലം ഇല്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെള്ളിടി വെട്ടി ഇവളൊക്കെ ചത്താൽ ഈ നാട് രക്ഷപ്പെടും എന്നേ ഞാൻ പറയുള്ളൂ. പാടില്ലാത്തൊക്കെ നല്ലവണ്ണം മറച്ചു വെച്ചാൽ നടക്കും. പട്ടിപ്പൊലയാടി മോളെ, പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിയിരുന്ന് ഞരങ്ങുവാ.